നമസ്കാരം പ്രേക്ഷകരെ, ഞാൻ മഹേഷ് വടക്കഞ്ചേരിയാണ്. അതായത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സ്നേഹാലയം ട്രസ്റ്റിൻ്റെ ചെയർമാനും പ്രവർത്തകരും മറ്റ് സാമൂഹ്യ പ്രവർത്തകരുമാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ പാലക്കാട് ജില്ലയുടെയും തൃശ്ശൂർ ജില്ലയുടെയും ഹൃദയഭാഗമായ വടക്കഞ്ചേരിയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ മലപ്രദേശത്ത് വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരമ്മയുടെ ഒരു കഥയും അതുപോലെ അവരുടെ ജീവിത വിഷയങ്ങളിലേക്കുമാണ് ഞാനിന്നിപ്പോൾ കിടക്കാൻ പോകുന്നത്. അപ്പോൾ അമ്മയുടെ വിവരങ്ങൾ കുറച്ചറിയാം നമുക്ക്. പറയാമ്മ, അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? ആകെ ഒരെണ്ണം തന്നെ. എന്ത് പറ്റി മകന്? അവൻ കുഴഞ്ഞു വീണിട്ട് 7 മാസം മെഡിക്കൽ കോളേജിൽ കൊണ്ടിട്ടിട്ടാണ് നോക്കിയിട്ട് മരിപ്പിച്ചു. അതെ, എവിടെ കുഴഞ്ഞു വീണ? ഈ മുറ്റത്താ? എന്ത് പണിക്കാണ് പോണത് ആള്? ലോഡിങ്ങിന് പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ വടക്കഞ്ചേരിയിലാണ് ലോഡിങ്, ബാൽക്കുളം ലോഡിങ് അല്ലേ? ഏത് യൂണിയനിലാണ്? CIT യൂണിയനിലായിരുന്നു അല്ലേ? ഓ, ഇവിടെ എത്ര വർഷമായി അമ്മ ഇവിടെ താമസം തുടങ്ങിയിട്ട്? ഇവിടെ ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലം പഞ്ചായത്തിന് തന്നിട്ട് 25 കൊല്ലമായി. 25 കൊല്ലമായി അല്ലേ? അതിലൊരു ചെറിയ പെര കയറ്റാൻ തന്നു. അതൊരു ഓടായിരുന്നു. 5 കൊല്ലമായിട്ടുണ്ടാവും. 20 വർഷത്തോളമായി അല്ലേ? അതിനുശേഷം അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ മകനെ എവിടെയാണ് കല്യാണം കഴിച്ച? ചേലക്കര. അതിലെത്ര കുട്ടികളുണ്ട്? അതിൽ 2 മക്കളുണ്ടായിരുന്നു. അതിൽ മൂത്ത കുട്ടി വെള്ളത്തിൽപ്പെട്ട് മരിച്ചു. എങ്ങനെ വെള്ളത്തിൽപ്പെട്ട് മരിച്ചു? അത് അവർ പറയുന്നത് എന്തോ ഇങ്ങനെ ബായിക്കൂടെ നിറവന്ന് ഇളകിയിട്ടായിരിക്കുന്നതാണ്. ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ പോകുമ്പോഴേക്ക് ആദ്യം ചേലക്കര ആസ്പത്രി ഗവൺമെൻറ്റിലിട്ടു. ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടി പോകുമ്പോഴേക്കും അവിടെ നിന്ന് മാറ്റി അവർ മെഡിക്കൽ ഇവിടേക്ക്. അതെന്താണ് സംഭവിച്ചതെന്നൊന്നും അമ്മ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചപ്പോൾ അവരിങ്ങനെ അതിന് എന്താണ് ഇത് ഇളകിയതാണെന്നാണ്. പിക്സ് ഇളകിയതാണെന്നാണോ പറഞ്ഞത്? ശരി. അപ്പോൾ ഇത് ആരെ കൂടെ ആയിരുന്നു കുട്ടി നിന്നത്? ആ അമ്മൻ്റെ കൂടെ തന്നെ. അമ്മ വേറെ വിവാഹം ചെയ്തിട്ടുണ്ടോ? അപ്പ ചെയ്തില്ല. അപ്പ വരവും പോക്കും ഉണ്ടായുള്ളൂ. ആര്? വേറെ ആളുണ്ടായിരുന്നു? അവർ വരും പോക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഇദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതായിട്ട് വല്ലതും അറിയോ? കുട്ടീനെ ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ഈ ചെറിയ കുട്ടി പറഞ്ഞാണ് ഞങ്ങൾ ഇവരൊക്കെ കൂടി ചോദിച്ചു. അത് അമ്മ എപ്പോഴാണ് അറിഞ്ഞത്? ഈ മൂത്ത കുട്ടി മരിച്ചപ്പോൾ ഞങ്ങൾ രണ്ടാളും അവിടെയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ജനങ്ങളെല്ലാവരും കൂടി പോയപ്പോൾ ഈ ചെറിയ കുട്ടിനെ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ കുട്ടി 3ൽ പഠിക്കുകയാണ്. ആ കുട്ടീനോട് ഇവരൊക്കെ കൂടി വിളിച്ച് ചോദിച്ചു, ഏട്ടൻ എന്താ സംഭവിച്ചത്, നീ നേര് പറഞ്ഞപ്പോൾ ഈ ഒരാഴ്ച മുമ്പ് അയാൾ ഇങ്ങനെ അടിച്ചിട്ട് വായി കൂടെ നിറ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പരാതി ഒന്നും കൊടുത്തില്ല അല്ലേ? ഞങ്ങളൊന്നും കൊടുത്തില്ല. അന്നും കഴിവില്ല, ഇന്നും കഴിവില്ല. ഇപ്പം ഇവിടെ എങ്ങനെയാണ് അമ്മ ജീവിക്കുന്നത്? ആ കുട്ടീൻ്റെ വല്ലതും കിട്ടി. കുട്ടി എന്ത്? ഇളയ കുട്ടി എന്ത് പണി? ഫാൻസി കടയിൽ നിന്നിട്ട് അവൻ കൊണ്ട് തരുന്നതും പിന്നെ പെൻഷൻ കിട്ടുന്നതും. അതുകൊണ്ടാണ് കഴിയുന്നത്. ജീവിതം വളരെ കഷ്ടതയാണ് അല്ലേ? ബുദ്ധിമുട്ടാണ്. ശരി, നമ്മൾ എല്ലാ മാസവും അമ്മയ്ക്ക് ഒരു കിറ്റും അമ്മയ്ക്ക് വേണ്ട ചികിത്സാ സഹായം ഈ വീടിൻ്റെ ഈ സൈഡൊക്കെ റെഡിയാക്കി തരാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്തു തരാം. പുറത്തെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങളെ ചിലപ്പോൾ സഹായിച്ചിടുന്നില്ല, സഹായിക്കും. നല്ല മനസ്കരമുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. എന്തായാലും ഞാൻ സാറിനോട് ഇവിടുത്തെ കാര്യങ്ങളും ചോദിക്കട്ടെ. എന്താണ് സാറേ സംഭവിച്ചത്? പിടിച്ചോ. നിലവിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രത്യേക കുറേ കോളനികളാണ്. കോളനി ആണെങ്കിലും തീരെ പറ്റാവുന്ന 4 സെൻറ്റ് സ്ഥലമാണ് നിലവിലുള്ളത്. അപ്പോൾ പഞ്ചായത്തിൽ നിന്നൊക്കെ പല സ്ഥലങ്ങളിലും നമ്മൾ അപേക്ഷയും കാര്യങ്ങൾ കൊടുത്തു കൃത്യമായിട്ട് കാര്യങ്ങളൊന്നും കിട്ടാത്ത ഒരവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ മറ്റേ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് സാധാരണ വീടാണല്ലോ, ഓലയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവരങ്ങനെ മടങ്ങിപ്പോവും. ഇതാണ് നിലവിൽ ചെയ്യുന്നത്. 2-3 സമയത്ത് നോക്കിയിട്ട് വന്നിട്ട് ഞങ്ങളുടെ പേരൊക്കെ കൊണ്ടുപോയതാണ്. എത്ര വർഷം മുതൽ ഇങ്ങനെ നടക്കുന്നുണ്ട്? 2 കൊല്ലമായി. അതിന് മുമ്പ് നോക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നിട്ട് നിലവിലുള്ളത് ഇതുപോലെ പല പ്രാവശ്യം നോക്കിയിട്ടും ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ ഇടയ്ക്ക് വരുന്ന സമയത്ത് പല പരാതിയൊക്കെ പറയും. നമ്മളും ഈ പറഞ്ഞ പോലെ അവിടെ പോയിട്ട് ഇതാണ് അവസ്ഥ, ഒന്നുമില്ല, വരുമാനമില്ല, പെൻഷൻ പോലും കിട്ടാത്ത അവസ്ഥ നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇതല്ല സ്ഥിതി, ഇതൊക്കെയാണ് പരിപാടി. അപ്പം നമ്മളോട് കഴിയാവുന്ന രീതി നമ്മൾ എന്താ ചെയ്യുക? ഇതിലിപ്പോൾ അങ്ങനെ കൂടുതൽ ചെയ്യാനില്ല. എന്തെങ്കിലും ഇതുപോലെ സഹായിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്തെങ്കിലും നിലവിലുള്ള ആളുകളെല്ലാം കൂടിയിട്ട് ഒന്ന് കാണണം എന്ന് പറയാൻ കാരണം അതൊക്കെയാണ്. അങ്ങനെ ഒരു അവസ്ഥ നിലവിലുണ്ട്. ഞാൻ ഇവിടുത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി. ഏത് പാർട്ടിയുടെയാണ്? CPIൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി. അല്ല, CPIയുടെ. അപ്പോൾ ഞാൻ ഇവരുടെ പേര് എങ്ങനെ അറിഞ്ഞത്? അപ്പോൾ അല്ല, നമ്മളെന്തെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങാറുണ്ട്. പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറേ നാളായി ഞങ്ങൾ വരണം. ഇതുവരെ ഇത് ഇടയ്ക്ക് ഇലക്ഷൻ സമയത്തും വന്ന് നോക്കി. അപ്പോൾ തീരെ പറ്റാത്തൊരവസ്ഥ നിലവിലുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് ഞങ്ങൾ വരാം.
നമ്മൾ നോക്കട്ടെ പഞ്ചായത്തിൽ പോയിട്ട് ഈ ലൈഫ് പദ്ധതിയായിട്ട് വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ നിലവിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതൊന്ന് വിവരം പറയുകയും വേണം. അതുകൊണ്ടാണ് എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ വരാൻ കാരണം. അപ്പോൾ നിങ്ങളെ പോലെയുള്ള സാമൂഹ്യ പ്രവർത്തനം വേറെ ആളുകളുണ്ടല്ലോ. ഉള്ളതിനേക്കാളും കൂടുതൽ കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ അർഹതപ്പെട്ടവർക്ക് വാങ്ങിക്കൊടുക്കാനുള്ള മുൻകരുതൽ എടുക്കുന്ന നിങ്ങളൊക്കെയാണ്. എടുക്കുന്ന മുൻകൈ ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ മറഞ്ഞു കിടക്കുന്ന പല മേഖലകളുമുണ്ട്. അത് നിങ്ങളെ പോലുള്ള വാർഡിലെ പ്രവർത്തകർക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് എന്താ പറയുക, നമുക്ക് കുറച്ച് ആളുകൾ അറിഞ്ഞ് വേണ്ടപ്പെട്ട ആൾക്കാർ ഇഷ്ടംപോലെ ആളുകൾ ധനസഹായം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള ആളുകൾ എത്തിപ്പെടുക, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു കൂടി ലക്ഷ്യം. തീർച്ചയായും സന്തോഷം, വളരെ സന്തോഷം. പ്രേക്ഷകരെ, ഇത് കണ്ടിട്ട് ഈ അമ്മേനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഇത് അമ്മേനെ വന്ന് സഹായിക്കണം. ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഈ വീഡിയോസ് കണ്ടിട്ട് മറന്നു പോകരുതും. ഞങ്ങൾ ഇനി എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോസ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കുകയാണ്. തുടർച്ചയായിട്ട് വരാം കേട്ടോ, വിഷമിക്കേണ്ട കേട്ടോ. ഓക്കെ, ശരി. കൊണ്ടുതരാം. മാസമാകുമ്പോഴേ വീട് കിഡ്നിയുടെ അസുഖമായിട്ട് പാലക്കാട് ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നോ? ആ.